ചിലപ്പോൾ ഈ ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് ഉണ്ടായി എന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു വൈദികനെതിരെ, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രം പോലെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും വൈദികരെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പെണ്ണ് കേസ് വരിക എന്നുള്ളത്. അങ്ങനെ ഒരു പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴും ആ സമയങ്ങളിലെല്ലാം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ ഉള്ളം കയ്യിൽ സ്വീകരിച്ച് ഉള്ളം കയ്യിൽ പേര് നയിക്കുന്നവരുണ്ട്. എനിക്ക് ഈ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അന്നാ മനസ്സിലായത്. അതായത് ഉള്ളം കയ്യിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിലെ ഏതൊരു വ്യക്തികൾ കുറ്റപ്പെടുത്തലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കളിയാക്കലിൻ്റെ, അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ കല്ല് പെറുക്കി എറിഞ്ഞാലും കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ട് കർത്താവ് ലോകത്തിൻ്റെ എവിടെ നിന്നെല്ലാം ഏറ് വരുന്നോ ആ ഏറ് വരുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന ആളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നെല്ലാം ഏറ് വന്നാലും അതിൽ ഒന്നും കൊള്ളിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.